ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ കക്കിലേക്ക് ഈ പോള ചീച്ചിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ വേരിനൊക്കെ ഇത് വന്ന് ഇത് കണ്ടോ കാട്ടിത്തരാം എടുക്ക്. ഇത് അത് ഞങ്ങൾ ഈ സുഡോമോണസ് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിന് ഒരുപാട് ആക്കണം. അപ്പോൾ സുഡോമോണസ് 5 ഗ്രാം 1 ലിറ്ററിലേക്ക് എന്നുള്ള കണക്കിൽ കലക്കി എല്ലാ ഒരു 50ഓളം കക്കിലേക്ക് തന്നെ മറുപടി ഇടാം. അതിന് ഞങ്ങളായിട്ട് ഇടാൻ പോകാം. അത് ഇട്ടാലെന്താ വെച്ചാൽ പിന്നെ ഈ ചീച്ചിലൊക്കെ ഉണ്ട് ഒഴിവാക്കിയിട്ടാൽ ഇത് വരെ ചീച്ചിലുകളൊക്കെ ഉണ്ടല്ലോ, ആ ചീച്ചിലുകളൊക്കെ വേര് ചീച്ചിലൊക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ടു. അതിനാണ് സുഡോമണസ്. സുഡോമണസ് എന്നത് ജീവാണുവളമാണ്. ഇതാണ് സാധനം. ഇതിന് കണ്ട ബയോഷീൽഡ്. ഇതൊക്കെ അതിൽ കുറേ സംഗതികൾ എഴുതിയുണ്ട് ഇതിൽ. ഇതാ പച്ചക്കറിക്ക് ഇതൊക്കെ 250 ഗ്രാം, ഞാറ്റടിയിൽ തെല്ലിലാങ്ങി 250 ഗ്രാം വരെ ഇതിന്. അങ്ങനെ കുറേ രീതിയിൽ ഇട്ടിട്ട് ചെറുതാക്കി വെള്ളത്തിൽ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് ചെയ്യുക. അതൊരു 150 ഗ്രാമാണ്. ഒരു ഇതിനാച്ചാലും 50 ഉണ്ടെങ്കിൽ ഒരു ആദ്യമൊരു ബക്കറ്റിൽ ഒരു കൈപ്പാട്ടയിൽ ഇത്ര എടുത്തതിന് ശേഷം ഇത് മതി. ഇതെന്ന് വെച്ചാൽ ഒരിക്കലും വെയിലത്ത് വെക്കരുത് കേട്ടോ. ഇത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നാക്കിയിട്ട് മൂടിയിട്ട് മറ്റേ തണുപ്പത്ത് എന്താണ് മൂടി വെക്കണം. അത് 6 മാസം വരെ അതിൻ്റെ വാലിഡിറ്റിയാണ്. ഏറ്റവും നല്ല സാധനമാണ് ഇത് കൃഷിക്കൊക്കെ. ഇതൊക്കെ ചെയ്താൽ നമുക്ക് രോഗങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടും. നമുക്ക് ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു മരട് പോയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഇത് കിട്ടി. നല്ലോണം കലക്കുക. കേട്ടോ, ഇങ്ങനത്തെ ഒരു പാൽ കളറാവും ഒന്നിച്ച് പറഞ്ഞാൽ. ഒരു കൈപ്പാട്ടനോട് ഇങ്ങനെ നമ്മൾ അധികം എടുത്തുള്ള രീതിയിൽ നമ്മളായിട്ട് പാർന്ന് കൊടുക്കുക. ഇത് കൂടാൻ പാടില്ല. ഇത് കുടിക്കണമെന്ന് അറിയില്ല ഞാൻ. ഇപ്പോൾ ഏകദേശം വെച്ചതാണ്. അതങ്ങനായിട്ട് പാർന്ന് കൊടുക്കുക. ഇതേമാതിരി രോഗങ്ങൾ വരും. പൊട്ടിച്ചിന്തേണ്ട അതൊക്കെ ഓരോ അണുക്കളെ കൊണ്ട് വന്നതാണൊക്കെ. നമ്മൾ കുറേയൊക്കെ എങ്ങനെയായിട്ട് നമുക്ക് ചെയ്യാം. ഏത് പച്ചക്കറിക്കും അത് പാര. തക്കാളിക്കൊക്കെ ബെസ്റ്റ് സാധനം, ഏറ്റവും ആദ്യം പാരേണ്ട സാധനം. നമ്മൾ ചെയ്യണതായിട്ട് ചെയ്ത് ഇതായാൽ നമുക്ക് അതിനെപ്പറ്റി നോക്കേണ്ടതേ. മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളൊക്കെ ഒരുപാട് ആക്കേണ്ടത്. ഇതൊക്കെ ഞങ്ങളിത് കൂട്ടുന്നത് കണ്ടോ, കായകളാണ്. കണ്ടോ കായകൾ ഒക്കെ അല്ലിക്കല്ലി കായകൾ. ടോപ്പ് തൈയാണിത്. ഇത് വൈറ്റ് സ്നാക്ക് കുക്കുംബർ എന്ന അതിൻ്റെ പേര് തന്നെ. നല്ലോണം കായ്ക്കണം. ഒരു ഇത് തന്നെ ഒരു 500 ഗ്രാമിൻ്റെയൊക്കെ ഉണ്ടാവുമെന്നാണ് കമ്പനി പറഞ്ഞത്. അപ്പോൾ അതുമാതിരി ഉണ്ടാവുന്നില്ല പ്രതീക്ഷയിലപ്പോൾ ഞങ്ങളിത് ചെയ്യണത്. മണ്ണിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ സാധനങ്ങളെ അണുക്കളൊക്കെ നശിപ്പിക്കുകയും ചെയ്യും. ഇതിന് വേണ്ട സാധനങ്ങൾ മാത്രം അത് വലിച്ചെടുക്കുക ചെയ്യാന്ന് തോന്നണം. അതാണ് അതിൻ്റെ ഇത് പ്രത്യേകത. പണ്ടൊന്നും ഇതില്ല. ഇതിപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ കക്കരിക്കേക്കൻ്റെയൊക്കെ ഒരു ഇലേൻ്റെ വലിപ്പം കണ്ടങ്ങൾ ഇത്ര വലിപ്പമാണ്. അതിനിടുന്ന വളത്തിനെ പറ്റിയിട്ട് നാളെ ഞാൻ
ഇവിടെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യും. ഇവിടെ ഞങ്ങൾ മരുന്നടിക്കലൊന്നുമില്ല. ഞങ്ങളെ മരുന്നൊക്കെ ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കലാണ്. കാരണം ഞങ്ങളെ കക്കിരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിലക്ക് ആൾക്കാർ ഫോൺ ബുക്കിങ്ങാണ്. ഫോൺ ബുക്കിങ്ങിൽ വന്ന് ഓരോ ഓഫീസുകളിലൊക്കെ വന്ന് വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പം മരുന്നടിക്കില്ല. അതിനൊക്കെ എല്ലാ സാധനങ്ങൾ അവിടെ കെട്ടി തൂക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഓൺലൈൻ പ്രകാരം മഞ്ഞക്കടി ഫെർമോൺ ട്രാപ്പുകളൊക്കെ ഞങ്ങൾ കെട്ടുക. അപ്പം മരുന്നടിക്കണ്ട. പിന്നെ മരുന്നടിക്കുന്നത് പശുവിൻ്റെ മൂത്രം ഇതും കൂടെ മഞ്ഞപ്പൊടിയും കൂടെ ഞങ്ങൾ കലക്കി അടിക്കുക ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കിതൊരു അങ്ങനത്തെ ഒരു കുരിപ്പോ അങ്ങനത്തെ ഒരു സാധനങ്ങളും വന്നിട്ടില്ല. ഈ ഓർഗാനിക് വളത്തിലുണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല തൈകളായിരിക്കും. തൈകൾക്ക് നല്ല കരുത്തായിരിക്കും. പിന്നെ ഈ കുരുപ്പുകളൊന്നും അങ്ങനെ വരില്ല, വള്ളി ഉണക്കം വരില്ല, അങ്ങനെയൊന്നും വരില്ല. അടുത്ത വിശേഷം പിന്നെ ഇതിൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ചില ആൾക്കാരൊക്കെ നമുക്ക് വളരെ മോശമായിട്ടൊക്കെ എഴുതണ്ട. അവരൊക്കെ എന്താണെന്നെല്ലാം അറിയില്ല. നമ്മളൊക്കെ കൃഷി ആയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഓവർ പൈസ ഉണ്ടാക്കാനുള്ള മോഹത്തിലൊന്നുമില്ല, ഒരു സന്തോഷമാണ്. അത്ര തന്നെയുള്ള കൃഷിയിലൊക്കെ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.